ഈ വാഹനത്തിന് ആവശ്യമായ സാങ്കേതികമായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ ഭാഗത്ത് ഉണ്ടായത് ആ ഡിപ്പോയിലെ അതിൻ്റെ കൺസേൺഡ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. അവരത് പരിശോധിക്കണമായിരുന്നു, ലൈനിൽ വിടുന്നതിന് മുമ്പ് ആ ഭാഗങ്ങൾ ഉറപ്പാക്കിയിട്ട് വേണോ എന്ന് വിടുന്നുണ്ട്. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്. അതിൽ ഉണ്ടായ പ്രായോഗികമായിട്ടുണ്ടായ വീഴ്ചയാണ് അതിനെക്കുറിച്ച് കരുതാൻ പാടുള്ളൂ. അത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും പൊതുജനമാണ് അത് കണ്ടുപിടിച്ചിട്ട് ഈ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് കുറ്റകരമാണ്. പക്ഷേ പൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നത് നിയമപരമായിട്ടൊരു എല്ലാ വാഹനത്തിലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കേണ്ടതാണ്. അത് കൃത്യസമയത്ത് പരിശോധിച്ച് അത് ഉറപ്പാക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവില്ല. ഒരു സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചില്ല എന്നുള്ള ഒരു കുറ്റമാത്രമായിട്ട് കാണുന്നുള്ളൂ. പക്ഷേ പൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് മുൻകൂറായിട്ട് വാങ്ങി വെക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ടാകും.